ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡിജോ ജോസ് സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ, നമ്മുടെ നിവിൻ പോളി നായകനായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ അതിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഡിജോ ജോസിൻ്റെ കഴിഞ്ഞ മുന്നത്തെ 2 ചിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ക്യൂനും അതേപോലെ ജനഗണമനയും. അതായത് ഒരുപാട് എന്താ പറയുക, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു പോയിട്ടുള്ളൊരു സംവിധായകനാണ് നമ്മുടെ ഡിജോ. അപ്പോൾ ആ ഒരു ബേസിൽ തന്നെയാണ് നമ്മൾ ഈ മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ കാണാൻ വന്നത്. പക്ഷേ ഇത് മുന്നത്തെ 2 ചിത്രങ്ങൾ ആൾ വളരെ സീരിയസ് ആയിട്ട് കൃത്യമായ രാഷ്ട്രീയം, അതായത് ജനഗണമനയിലൊക്കെ പൃഥ്വിരാജിനെ വെച്ചിട്ടുള്ള ആ ഒരു ഇത് ഇന്ത്യയാണ് സാറേ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് വല്ലാത്തൊരു ഇൻസ്പയർ ആവും. പക്ഷെ ഇതിനെ നമ്മളൊരു കോമഡി രീതിയിലാണ് ആളെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയായിരുന്നു. അതേപോലെ തന്നെ ഒരു ഇതാണ്. പക്ഷേ ഈ സിനിമയിൽ പല സന്ദർഭങ്ങളും എനിക്ക് ഒരു ഫ്ലോ കിട്ടുന്നുണ്ടായിരുന്നില്ല. പല സ്ഥലത്തും നല്ല നല്ല, അതായത് സലിംകുമാർ അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഒക്കെ ചില സീനുകൾ നല്ല ഒരു കണക്റ്റീവായിട്ട് വരും. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എന്തിനാ വന്ന ഒരു കണക്ഷൻ ഇല്ലാണ്ടായി പോകുന്ന ഒരു സംവിധാനം നമുക്ക് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റി. പിന്നെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് പാർട്ട് ഒരു കോമഡി രീതിയിൽ, അതായത് സംഘികളായ 2 വ്യക്തികൾ, അതുപോലെ രണ്ടാളും ഒരു സംഘീയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഐഡിയോളജി കൊണ്ടു നടക്കുന്ന ഒരാൾ വന്നിട്ട് ഒരു കുറേ അതിന് നല്ലൊരു സീരിയസ് ആയിട്ട് ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് അവർ അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിൽ വലിയ തിരക്കേടില്ലാണ്ട് ചിരിക്ക് വരും. പക്ഷെ സെക്കൻഡ് ഹാഫ് പോകുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ആടുജീവിതം ലൈറ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇതായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ വാട്സപ്പിലും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഫോർവേഡ് മെസ്സേജുകളൊക്കെ കാണാറുണ്ട്. അത് പല സിനിമകളിലും ഇങ്ങനെയെന്നല്ല, പല സിനിമകളിലും അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതൊരു ക്ലീഷ പോലെ അല്ലെങ്കിൽ ഒരു ക്രിഞ്ച് അങ്ങനെ ഒരു ഫീലാണ് വരാറ്. അതേപോലെ തന്നെ ഇതിലും പല സീനുകളും ഉണ്ട്. അങ്ങനത്തെ കുറേ അധികം സീനുകളുണ്ട് നമ്മൾ വാട്സപ്പിൽ കണ്ടിരുന്ന ഇത്. അതിൽ 1-2 സലിംകുമാർ പറയുന്ന ഡയലോഗൊക്കെ നല്ലൊരു സംഭവം കേട്ടോ. അത് നമ്മൾ തിയേറ്ററിൽ തന്നെ പോകണം. പക്ഷെ തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ആ സിനിമയ്ക്ക് പോകുന്നത്. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് ഒരു നീതി പുലർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രയും കണ്ട് കണക്റ്റീവായിട്ട് തോന്നിയില്ല. പല സ്ഥലത്തും നമ്മളെന്താ പറയുക, ഫ്ലോ എങ്ങനെയെങ്കിലുമൊക്കെ തീർന്നാൽ മതി എന്ന രീതിയിലേക്ക് എത്തുന്ന സാഹചര്യം വന്നിരുന്നു. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് വരുന്നത് നമ്മുടെ ഷാരിഷ് മുഹമ്മദാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അത് നമ്മൾ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ടീമിനെ ആളൊരു കോമഡി ആയിട്ട് അവതരിപ്പിച്ചതായിരിക്കും ആദ്യമായിട്ട്. പക്ഷെ അതൊരു എന്താ പറയുക, വേണ്ട രീതിയിൽ എനിക്ക് വർക്കൗട്ട് ആയില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണം. പിന്നെ ഈ സിനിമയിലൊരു സിനിമാറ്റോഗ്രഫി നന്നായിട്ടുണ്ട്. സുദീപ് ഇളമോനാണ് അതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് നമുക്ക് എല്ലാവർക്കും അറിയാം, ജേക്സ് ബിജോയാണ്. ജേക്സ് ബിജോയുടെ സ്ഥിരം ഐറ്റം ഇതിലുണ്ട്. അതായത് പല സ്ഥലത്തും നല്ലതായിട്ട് തന്നെ മ്യൂസിക് ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടമായി. പിന്നെ നമുക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷൈൻ ടോം ടെഷാക്കോ ആളും ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ആക്ടിങ് ആണ്. അതേപോലെ സലിംകുമാർ എന്താ പറയുക, ഒരു അടിപൊളി കഥാപാത്രം തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിനിമയുടെ ഒരു എന്താ പറയുക സ്പോയിലറായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ എനിക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് പോയി കണ്ടതാണ്. എന്താ പ്രതീക്ഷയ്ക്ക് ഒത്ത് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമാണ്. ഒരു ആവറേജ് ലെവലാണ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.